പച്ചക്കറി തൈകൾ നടുന്ന പണിയിലാണ്. ഓരോ ട്രേയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏരിയയിലൊക്കെ അങ്ങനെ കൊണ്ടുവെക്കാം. ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ നട്ടു തുടങ്ങാലോ. തൈകളൊക്കെ വലുപ്പം കണ്ടില്ലേ, നട്ടിട്ട് 2 ആഴ്ച പ്രായം വരുന്ന അത്ര ആയിട്ടുണ്ട്. ക്യാബേജിന്, കോളിഫ്ലവറിന് എല്ലാത്തിനും തൈ അത്രയും വലുപ്പം വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടിരുന്നത് കോളിഫ്ലവറിന്റെ തൈ അവിടെ കൊണ്ടുവച്ചതാണ്. പക്ഷെ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. ഇനിയും നട്ടില്ലെങ്കിൽ തൈകളൊക്കെ കേടായി പോകും. രാവിലെ തന്നെ നമ്മൾ സ്ഥലമൊക്കെ നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് വൈകി പോയത്, ഏരിയ ഒക്കെ എടുത്തിട്ടും വളമൊക്കെ ഇട്ടിട്ടൊക്കെ കുറേ അതിനൊക്കെ വീഡിയോ നമ്മൾ ചെയ്തു. പിന്നെ ആ തലക്കെ കൊണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കേബേജ് നമ്മൾ ഈ സൈഡിലോട്ടാണ് നടുന്നത്. ഓരോ ട്രേ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നട്ടു വന്നാൽ മതിയല്ലോ. പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നടുന്നത്. ഉമ്മ ഉണ്ട്, നാസറൊക്കെ ഉണ്ട്. നാസറക്കൊക്കെ ഇവിടെ നട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ക്യാബേജാണ് നടുന്നത്. അത് ഉമ്മ നിൽക്കുന്ന നോക്ക്, ഉമ്മ കുറച്ച് ദൂരെ അവിടെ നിന്ന് അങ്ങോട്ട് കോളിഫ്ലവർ നട്ടിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളെ പണികളൊക്കെ നോക്കാനായിട്ട് ഇതാ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നോണ്ട് മോനെയും കൂടെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. മോനിതൊക്കെ കാണുകയാണ്, നിങ്ങൾക്ക് നോക്കി ചിരിക്കുകയാണ്. അപ്പൊ ഇവനും കൂടെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും കൂടെ കൂടിയിട്ട് വേഗം അധികം വെയിലാകുന്നതിന് മുന്നേ നട്ടു തുടങ്ങണം. അപ്പം ഉമ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, ഓരോ സൈഡ് നട്ടായിട്ട് വരാം. എല്ലാ ഭാഗത്തും നമ്മൾ ട്രേകൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓരോ ഭാഗത്തും നമ്മൾ ഒരു 3 ഏരിയക്കൊക്കെ ഒരു ട്രേ വെച്ചിട്ട് അങ്ങനെ വെച്ച് പോകുന്നുണ്ട്. അവിടെ കണ്ടില്ലേ. പിന്നെ ഈ തലക്ക് പോയിട്ട് ഉമ്മാനെ സഹായിക്കട്ടെ. ഞാനെന്ത് ചെയ്യാ, നമ്മൾ രണ്ടാളിപ്പോൾ നടുന്നുണ്ട്. നാസർക്ക് ഉമ്മയും നടുകയാണ്. ഞാൻ ഈ തൈകൾ വേഗം ഇതുപോലെ കുഴിയിലങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ വെച്ച് പോയി കഴിഞ്ഞാൽ പണി എളുപ്പമാവും. കണ്ടില്ല, കോളിഫ്ലവറൊക്കെ ഞാൻ പറഞ്ഞില്ല 2 ആഴ്ച ആകുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ഹൈറ്റിലോട്ടൊക്കെ വരിക. ഇപ്പൊ ട്രയലിൽ നിന്നിട്ട് തന്നെ ഇത്ര വളർന്നിട്ടുണ്ട്. ഇനി എന്തായാലും അവിടുന്ന് അങ്ങോട്ടുള്ള വളർച്ച സ്പീഡിൽ നമുക്ക് ആയിക്കോളും. പെട്ടെന്ന് ആയിക്കോളും. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്നും ആയി കിട്ടും വിചാരിച്ചു. തൈകളൊക്കെ കേടാവുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല. നമ്മൾ റെയിൻ ഷെൽട്ടറിൽ വെച്ചുകൊണ്ട് നല്ല നനച്ചൊക്കെ കൊടുത്തുകൊണ്ട് വളർന്നു എന്നല്ലാതെ വേറെ തൈകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ തൈകൾ ഇട്ട് പോട്ടെ. മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുന്ന നേരിച്ചിട്ട് നമ്മൾ 3 ദിവസം മഴ പറ്റിച്ച് നമ്മൾ നടാനായിട്ട്, അതുകൊണ്ട് വഴുകി. പിന്നെ ഇന്നലെ നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് പടുതയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം നിറച്ചു. അത് വെച്ച് രാവിലെ തന്നെ നമ്മളൊന്ന് സ്പ്രിംഗ്ലർ വെച്ച് നനച്ചതാണ്. ഓവർ നനച്ചിട്ടില്ല. ഇനി നമുക്ക് തൈകൾ നട്ടതിന് ശേഷമാണ് നനച്ചു കൊടുക്കേണ്ടത്. നല്ല നനവ് വന്നു കഴിക്കാൻ നമുക്ക് നടാനും ബുദ്ധിമുട്ടാവും. ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ചെളിയാവും. വലിയ തൈകളായതുകൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതായത് കുഴിയൊന്നും നമ്മൾ താഴ്ത്തണം, ഒന്നുകൂടെ താഴ്ത്തണം. എന്താ വെച്ചാൽ നമ്മൾ ആ കുഴിച്ച കുഴി തന്നെ ഒന്നുകൂടെ താഴ്ത്തിയിട്ട് വേണം നട്ടു കൊടുക്കാൻ. നമ്മൾ ഇങ്ങനെ കൈയായിട്ടൊന്ന് പിടിച്ച് താഴ്ത്തി കൊടുത്താൽ മതി. തൊമ്മണ്ടില്ല അവിടെ നട്ടു വരുന്നത്. എന്നിട്ട് നമ്മൾ അമർത്തി കൊടുക്കണം. വലിയ അങ്ങനെ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നം വന്നുകൊണ്ട്. അത് നമ്മളെ കുഴി എടുത്തതൊക്കെ സാധാരണ നമ്മൾ തൈ നടുന്ന ഭാഗത്തിനാണ്. കണ്ടോ, നടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മാന്തി നമ്മളെ വളം ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് മാന്തിയിട്ട് നട്ടു കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു സൈഡിൽ നിന്നിട്ട് ഇതാ 2 ഏരിയയിൽ ഒരേപോലെ ഇട്ട് പോകാട്ടോ. അപ്പൊ ഇതും കൂടെ ഇട്ട് തീർത്തിട്ട് ഇത് നട്ടു കൊടുക്കണം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇത് കുറെ ആവുന്നല്ലാതെ നട്ടു ആളെ ഒരുമിച്ച് എത്തൂല. വെയിലില്ലെങ്കിൽ വേഗം പണി കഴിയും. വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി എടുക്കാനും ബുദ്ധിമുട്ടാവും. പിന്നെ തൈകൾ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ വേഗം വാടിപ്പോവും. നമ്മൾ നനച്ചതിനുള്ളൊരു ഗുണം കാണിച്ചു തരാം. അതാണ് നമ്മൾ രാവിലെ തന്നെ നനച്ച് പറഞ്ഞത്. ഇവിടെ കണ്ടില്ല, അങ്ങോട്ട് പോയി. ഇവിടെ നിന്നല്ല എല്ലാ ഭാഗത്തും നമ്മൾ മണ്ണൊക്കെ ഇതാ ഇങ്ങനെ ഉണ്ടല്ലേ. അത് ചില ഭാഗത്തുമ്മ സ്പ്രിംഗ്ലർ കുറച്ച് ടൈം എടുക്കും. ചെറുതായിട്ട് വെള്ളം വരുന്നുള്ളൂ. പിന്നെ ഞാൻ ഓവർ വെള്ളം ആവുമെന്ന് വെച്ചിട്ട് അങ്ങനെ ചളിയാവുമെന്ന് വെച്ചിട്ടാണ് നിർത്തിയത്. ഇനി ഇത് നട്ട് കഴിഞ്ഞ് നനക്കാം. കണ്ടോ, മണ്ണ് ഇങ്ങനെ പൊടിഞ്ഞിട്ടു. പറയുന്നത് ചില ഭാഗത്ത് നനവ് എത്തിയിട്ടില്ല. അങ്ങനെ നനവെത്താത്തത് നമ്മൾ ഈ ഗാർഡൻ സ്പ്രിംഗ്ലർ അല്ലേ, അതുകൊണ്ടില്ലേ, അതിങ്ങനെ പാറ്റുന്നതനുസരിച്ച് ചില ഭാഗത്തേക്ക് കുറച്ച് സമയം എടുക്കും നനഞ്ഞെത്താൻ. ചില ഭാഗം നല്ല നനയും. അപ്പം ഞാൻ പിന്നെ ഓവർ ഇങ്ങനെ ആവണ്ടെന്ന് വെച്ചത് നടാൻ അപ്പം ബുദ്ധിമുട്ടാവും. ഇതെങ്ങനെ ഈ ഒരു പൊടിഞ്ഞ് കിട്ടാനാണ് നമ്മൾ നനച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. മറ്റേ ഈ കട്ട ഭയങ്കര പ്രശ്നമാവും. ഇപ്പൊ നാസർക്കാർക്കും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ നാസർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇട്ട് പോകുമ്പോഴും സമയമാവും. കുറച്ച് ഇട്ട് വെച്ചാൽ വേമ്പേ നട്ട് കഴിയും. ക്യാബേജിന്റെ ഇതൊക്കെ ഭയങ്കര വലുപ്പമായി നാസർക്ക. ഇവിടെ നോക്കി ക്യാബേജിന്റെ തൈൻ്റെ ഒക്കെ വലുപ്പം. നമ്മളെ ശരിക്കും നമ്മൾ 2 ഇല വെച്ച് ഒരു തൂമ്പം വരുന്ന സമയത്താണ് നടല്. ഇതിപ്പോ 4-5 ഇലയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അത് കുഴപ്പമില്ല. ഒന്ന് താഴ്ത്തിയിട്ട് തൈകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ ഈ കോർ ട്രയൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു ബെൻഡ് വരും. ഈ ബെൻഡ് വന്നത് നമ്മൾ മണ്ണിലാക്കിയിട്ട് വെക്കുന്ന തൈ കണ്ടോ, കറക്റ്റ് ഇങ്ങനെ ഇവിടെ നട്ട് നോക്ക്. ഇങ്ങനെ തന്നെ കുത്തനെ തന്നെ വെച്ച് പോകണം. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ പുഴുവും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ട്രയൽ വെച്ചില്ലേ, 2-3 പുഴു തിന്നതാ. പുഴുവും കഴിച്ചു പോയിട്ടുണ്ട് ഇലകളൊക്കെ. നമ്മൾ റെയിൻ ഷെൽട്ടറിനുള്ള സംഭവിച്ചാണ്. കോളിഫ്ലവർ ആകുമ്പോൾ കുറച്ച് കുത്തനെ നിൽക്കുന്നുണ്ട്. ക്യാബേജ് പറഞ്ഞു കേട്ടോ, അതുപോലെ കൊണ്ട് വളഞ്ഞു പോകും. ഇതാണ് ക്യാബേജിന് ഓവർ നിർത്തിയുള്ള പ്രശ്നം. ഇത് നോക്കണ്ട, നമ്മൾ എല്ലാ സമയം ഇതാണ് കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ മണ്ണൊരുക്കൊക്കെ കറക്റ്റ് ആക്കി. പക്ഷെ എന്ത് ചെയ്യാ, വെള്ളത്തിന്റെ ഒരു പ്രശ്നം വന്നു. മഴ കിട്ടിയതും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളം ഇല്ലാത്തൊരു പ്രശ്നം വന്നു. ഇനിയിപ്പോൾ ധാരാളമായിട്ട് നമുക്ക് വെള്ളമായിട്ടുണ്ട്. ഇനി ഒരു പേടിയില്ല, പെട്ടെന്ന് തന്നെ നനച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ കറക്റ്റ് സ്പ്രിംഗ്ലറിന്റെ നനവ് കിട്ടാത്തതാണ്.
അത് കിട്ടും. നമ്മളൊരു 1 മണിക്കൂറൊക്കെ വെച്ച് നനയ്ക്കുകയാണെങ്കിൽ നല്ല നനവ് കിട്ടും. അപ്പോഴത്തേക്കും നനഞ്ഞ ഭാഗമൊക്കെ നല്ല നനവായിരിക്കും, ആദ്യം നനഞ്ഞ ഭാഗമൊക്കെ. അപ്പം എന്തായാലും നട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും പകൽ സമയമൊക്കെ നമ്മൾ നനച്ചു കൊടുക്കണം. ഒന്ന് സെറ്റായി കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലേ, വേര് പിടിക്കുന്നവരെ നമ്മൾ നല്ല നനച്ചു കൊടുക്കുക തന്നെ വേണം. നല്ല വിറ്റാണിത്. നമ്മളെ ഊരൻ്റെ ഇവിടെ നിന്ന് അനക്കാൻ പറ്റില്ല നാളെയൊക്കെ. ഇന്നല്ല ഈ പ്രശ്നം അറിയാം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നാളെ നല്ല വേദന ആയിരിക്കും, പിന്നെ നല്ല മസിൽ. എന്ന് വെച്ചാൽ ഇരുന്നിട്ടും കുനിഞ്ഞിട്ടുള്ള പണിയാണ്, 2 പണികളാണ്. തൈ നട്ടുകൊടുക്കൽ എത്ര. പിന്നെ ഇന്ന് ബിയമോളൊക്കെ ഉണ്ട് രസമായിരുന്നു കേട്ടോ. ഓളും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് നമുക്ക് കെങ്ങൊന്നും ഇല്ല, എല്ലാവരും ക്ലാസ്സിൽ പോയിട്ട്. ഓരൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചക്ക് നാട്ടിലാണ് ഓരൊക്കെ ഉണ്ടായിരുന്നു. ലീവുള്ള ദിവസമൊക്കെ ഓരുണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാവരും കൂടെ വന്നാൽ വേഗം നട്ട് കഴിയും. ബിയമോൾക്ക് പിന്നെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് തൈകളൊക്കെ നട്ടു കൊടുക്കാൻ. പിന്നെ പീക്കിരി അപ്പോട്ടനൊക്കെ ഇന്ന് ലീവാണ്. അവരൊക്കെ ഒന്ന് വിളിച്ചതാണ് നടാൻ സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ ലീവ്. അങ്ങനെ നോക്കി നിന്ന് എല്ലാവരും ഒത്തു കഴിയുമ്പോഴത്തേക്കും ഇനിയും തൈകളെ, ഇത് ഞാൻ പറഞ്ഞല്ലോ കാബേജും കോളിഫ്ലവർ ആയതുകൊണ്ട് അതുകൊണ്ട് ഇത്രയെങ്കിലും പ്രശ്നമില്ലാത്ത തൈകൾ കിട്ടിയുള്ളത്. വേറെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഓവർ നിന്നാൽ തൈകൾ അരണ്ടു പോകും, പിന്നെ അത് ക്ലിയർ ആയി കിട്ടാൻ കുറേ സമയം എടുക്കും. ഇതിപ്പോൾ നമ്മൾ ഈ മണ്ണിലിട്ട് പിടിച്ച് നമ്മൾ ജൈവങ്ങളൊക്കെ കറക്റ്റ് കാണുന്നത്, എല്ലാ കുഴിയിലും നമ്മൾ ഒരു പിടി വെച്ചിട്ട് ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല റിസൾട്ട്. അതൊക്കെ പിടിച്ച് കിട്ടിയാൽ വേഗം വളർന്നോളും. പിന്നെ അങ്ങോട്ട് നമ്മൾ സ്ലെറിയിൽ അങ്ങോട്ട് ആഴ്ചക്ക് സ്ലെറി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ തൈ വരുന്നതിന് സ്പീഡിൽ നാസർക്ക് കള വരും അല്ലേ. നമ്മൾ ഈ നനച്ചു കൊടുത്തോടത്തൊക്കെ ഇപ്പം നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇനി സ്പ്രിംഗ്ലർ ഇങ്ങോട്ട് 2 ദിവസമൊക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും തൈനെക്കാട്ടി സ്പീഡിൽ ഇവിടെ കള വരും. അതാണ് ഇനി വലിയൊരു ബുദ്ധിമുട്ട്. നമ്മൾ മൾച്ച് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. മൾച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ കളകളെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ മൾച്ച് ചെയ്യാത്തതിൻ്റെ പ്രധാന ഒരു കാരണമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചീര കിട്ടും. ഞങ്ങൾ ക്യാബേജൊക്കെ ഒന്ന് അരിക്കൊക്കെ കയറ്റാനൊക്കെ ആയിട്ട് ഒന്ന് പൊന്തി വരുമ്പോഴത്തേക്കും നമുക്ക് ചീര പെട്ടെന്ന് പൊന്തിയിട്ട് നമ്മൾ സ്ലെറി അടിച്ചു കൊടുക്കുമ്പോൾ ചീരയൊക്കെ വിളവെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യാബേജ് എല്ലാ വർഷവും പൊന്തൽ. അങ്ങനെ തന്നെ ഇപ്രാവശ്യം സംഭവിക്കുക. ഇവിടെ എല്ലാ ഭാഗത്തും ഇനി ചീര മുളയ്ക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം ചീര അങ്ങനെ വരുന്നത്. ചീര വരെ കളയും വരും, പക്ഷെ കള നമ്മൾ വേഗം ചെത്തി ഒഴിവാക്കിയിട്ട് ചീരനെ വേഗം സ്ലെറി അടിച്ചിട്ട് പൊന്തിക്കും. പൊന്തിച്ച് കഴിഞ്ഞാൽ ഇന്ന് കട്ട് ചെയ്യല്ല, നമ്മൾ പറിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ക്യാബേജിന് ഷെയ്ഡ് വന്നു പോകും. ക്യാബേജിലൊക്കെ അരിക്കേറ്റുന്ന പണീൻ്റെ മുന്നേ ചീര വിളവെടുത്ത് തീർക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മൾച്ചിങ് ഒഴിവാക്കി. മൾച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലെറി അടിക്കാനൊന്നും കഴിയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ഓർഗാനിക്കാണ് നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് വളങ്ങളൊക്കെ എന്തായാലും ഡ്രിപ്പായിട്ടൊക്കെ കൊടുക്കണം. ഇത് ഞങ്ങൾ സ്ലെറി മാത്രമേ ക്യാബേജിനൊക്കെ. പിന്നെ നമ്മൾ വേപ്പിൻ കഷായം, എന്തായാലും പുഴുവിൻ്റെ ശല്യം ഉണ്ടാവും, അതിന് വേപ്പിൻ കഷായം തുടക്കത്തിലേ അടിച്ചു കൊടുക്കും. നമ്മൾ ഈ സൈഡിലൊക്കെ ക്യാബേജ് ഇതുപോലെ കുഴിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഓവർ ഇടുന്നില്ല, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നട്ടെത്തുമ്പോഴത്തേക്ക് ഇത് വാടിപ്പോവും. അപ്പോൾ നമുക്ക് ഉമ്മാനും സഹായിക്കട്ടെ, മുകളിൽ പോയിട്ട് ഞാനേ അവിടെ നട്ട് വരട്ടെ. അവിടെ ഉമ്മക്ക് കുറേ കുഴിയിൽ ഇട്ട് വെച്ച് പോകുന്നതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്താണ്. എന്താ വെച്ചാൽ ഒരു സൈഡ് ഇട്ട് കൊടുക്കുക, ഒരു സൈഡ് നമ്മൾ നട്ട് കൊടുക്കുക, അങ്ങനെ മാറി മാറി ചെയ്യുക. അങ്ങനെ തന്നെ പണികൾ വേഗം തീരുള്ളൂ. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ തൈകളും നമ്മൾ നടുമ്പോൾ ചെയ്യലുള്ളത് മുന്നേയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. തൈകൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്യൂഡോമോണസിൽ മുക്കരുത്. നമ്മൾ വഴുതനൻ്റെ തൈ പച്ചമുളകൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ ഇത്രയും എണ്ണ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സ്യൂഡോമോണസ് മുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാളെ എന്ത് ചെയ്യും, ഈ തൈകൾക്കൊക്കെ സ്യൂഡോമോണസ് നമ്മൾ കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ സംഭവിക്കുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങോട്ട് വേര് ടച്ച് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ അങ്ങോട്ട് അലുത്ത് വന്നിട്ട് ഒരു ഫംഗസ് വരും. എന്നിട്ട് തൈകൾ വാടിപ്പോവും. അത് നട്ട് 2 ദിവസം ഒന്നും കുഴപ്പമുണ്ടാവില്ല, ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തൈകൾ വാടി തുടങ്ങുക. അപ്പം അത് വരാതിരിക്കാനും പിന്നെ നല്ല വേരോട്ടം കിട്ടാനൊക്കെയാണ് നമ്മൾ സ്യൂഡോമോണസ് കലക്കിയിട്ട് മുക്കിയിട്ടാണ് നടല്. ഇത്രയും എണ്ണൊക്കെ മുക്കി നടുമ്പോഴത്തേക്കും കുറേ സമയം പോകും. അതുകൊണ്ട് ഇത് കലക്കിയിട്ട് നമുക്കിനി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ആ പണി എന്തായാലും നാളെ തന്നെ തുടങ്ങും. ഇന്ന് നല്ല നനച്ച് കഴിഞ്ഞാൽ നാളെ പിന്നെ എന്ത് ചെയ്യുക, നനവിന് സ്യൂഡോമോണസ് എല്ലാത്തിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്ന പണി എടുത്താൽ മതിയല്ലോ. അത് നിർബന്ധമായിട്ട് ചെയ്യണം. വാട്ടരോഗം പച്ചമുളകിന് വഴുതനയ്ക്കൊക്കെ വരുന്ന പോലെ തന്നെ കോളിഫ്ലവറിനും വരും. ഇതിനാണ് അവരെല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് അലുത്ത് പോവുക ചെയ്യുക. വാട്ടരോഗം തുടങ്ങി നമുക്ക് മണ്ണ് മാന്തി നോക്കി കാണാം, കറക്റ്റ് ഇതാ ഈ സൈഡ് ഇങ്ങോട്ട് അലിഞ്ഞു പോയിട്ടുണ്ടാവും, വേരുണ്ടാവില്ല. പിന്നെ വലിയ രോഗമൊന്നും വരില്ല. പിന്നെ നമുക്ക് ഇതിന് വരുന്ന പറഞ്ഞല്ലോ പുഴുവിൻ്റെ ശല്യമാണ്. അപ്പോൾ പുഴുവിൻ്റെ ശല്യത്തിന് വേപ്പിൻ കഷായം നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും, പുഴുകളൊന്നും വന്നിരിക്കാതെ. കാരണം തൂമ്പിലൊക്കെ പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് മാറി കിട്ടാൻ. പിന്നെ ആ ക്യാബേജ് ഒന്നും കറക്റ്റായിട്ട് കൂടി കിട്ടൂല. നമ്മൾ ചട്ടിയിൽ കട്ടപ്പോൾ പറഞ്ഞില്ല, തുടക്കത്തിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം ഒന്ന് വേറെ കാണിച്ചു തരണം കേട്ടോ. നല്ല സൈസായി വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ നട്ടതുകൊണ്ടാണ് നല്ല വളർച്ച വന്നിട്ടുണ്ട്. നമ്മൾ സ്ലറി ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെറിയ ചട്ടിയിൽ നട്ടതിന് ഉമ്മയും ഞാനും കൂടെ ഒരു ഇത് വെച്ചിരുന്നില്ല. ചെറിയ ചട്ടിയിൽ ഞാൻ നന്നാവില്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചട്ടിയിൽ ഇപ്പം നന്നാവുന്നില്ല. ഞാൻ നന്നാവുമെന്ന് വാദിച്ചിരുന്നു, പക്ഷെ ചെറിയ ചട്ടിയിൽ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. ക്യാബേജ് ഇങ്ങോട്ട് പൊന്തി വന്നപ്പം സ്ലറി ഒഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുതായിട്ടൊന്ന് ഒഴിക്കുമ്പോഴത്തേക്കും ചട്ടി നിറഞ്ഞു പോവാണ്. നമ്മുടെ വലിയ ചട്ടികളിലും വളർച്ച കൂടുതലും, ചെറുതിന് ഇപ്പം വളർച്ച കുറഞ്ഞു. ചെറിയ പ്രായത്തിൽ പൊന്തി വന്നു, പക്ഷെ വലുതായപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൽ തോറ്റു. ഉമ്മ പറഞ്ഞാൽ ശരി, ഞാൻ ഉമ്മാനോട് വാദിച്ചിരുന്നു ചെറുതിനും ശരിയായി കിട്ടും. വലിയ വലുപ്പമൊന്നും ക്യാബേജിന് ഉണ്ടാവില്ല.
അപ്പൊ ഇനി ഞങ്ങൾ വേഗം നട്ട് കൊടുക്കട്ടെ. നാസർ ഖാന്റെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വേഗം നട്ട് തീർക്കണം. നട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ മുഴുവൻ നടുന്ന എടുത്താൽ നമ്മുടെ വീഡിയോ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വീഡിയോ എടുക്കേണ്ടി വരുന്ന അത്രയും ലെങ്ത് ആവും. 2 മണിക്കൂറൊന്നല്ല, നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇത് നട്ട് തീർക്കും. പിന്നെ നമ്മൾ നടുന്നത് ഏകദേശം 1000 ജോഡ് ക്യാബേജും 500 ജോഡ് കോളിഫ്ലവറും കേട്ടോ. അതിൻ്റെയൊക്കെ പോക്ക് തൈ ആയിട്ട് വേറെയും വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഇത് തവളയുടെ വെട്ടൊക്കെ ഉണ്ടാ. പിന്നെ ഈ ഒരു തൈ ആയതുകൊണ്ട് തവള വെട്ട് കുറച്ച് കുറയും കേട്ടോ. ഞാൻ പറഞ്ഞ 2 ഇലയായി നിൽക്കുന്ന സമയത്ത് തവളേൻ്റെ വെട്ട് കൂടുതൽ. തവള വെട്ട് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിടും. ഇന്നല്ല നാളെ രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ കാണാം തൈകൾക്ക് ഇങ്ങനെ തല ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പിന്നെ നമ്മൾ തൂമ്പൊക്കെ വരാൻ കാത്തിക്കുന്നതിൽ പോക്ക് തൈ ആയിട്ട് വേഗം തൈ മാറ്റി കൊടുക്കുക ചെയ്യല്. പക്ഷെ വലിയ തൈ ആയതുകൊണ്ട് തവളയ്ക്ക് ഒരു ധൈര്യം പോരാ അത് വെട്ടിക്കളയാൻ. അങ്ങനെ ഗുണം അറിയാം, എന്തായാലും നാളെ അറിയാം. വലുതായി അങ്ങനെ വരലില്ല. എന്താ വെച്ചാൽ ഈ ഒരു പരിവാകുമ്പോൾ അങ്ങനെ തവളയുടെ ശല്യം കുറയലുണ്ട്. അപ്പം നമ്മൾ നടുന്നത് തന്നെ ഈ വലുപ്പമാകുമ്പോൾ അതിന് ഇത് ഉണ്ടാവില്ല. പിന്നെ പോക്ക് തൈ എന്തായാലും നടാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ട്രേ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഐറ്റത്തിന്റെ ക്യാബേജൊക്കെ 2 ട്രേയും ഫ്ലവർ 1 ട്രേയും മാറ്റി വെക്കുന്നുണ്ട്. അതൊരാഴ്ച വരെ പോക്ക് തൈ നട്ടു കൊടുക്കുള്ളൂ, പിന്നെ നടൂല. പിന്നെ വളർച്ചയിൽ വ്യത്യാസം വന്നു. അപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എപ്പോഴും സംസാരമായി കഴിഞ്ഞ് മോനെ അവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ കരയുന്നില്ല. ഇനി ചെറുതായിട്ട് കുഞ്ഞുങ്ങളങ്ങനെ കാണുമ്പോൾ അവള് വീഡിയോ എടുത്ത് അവൻ്റെ അടുത്തെത്തുമ്പോഴാണ് അവൻ നോക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നല്ല കൊതുകിൻ്റെ ഇപ്പൊ ഈ സമയത്ത് കൊതുകില്ല, തോട്ടത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കൊതുകൊക്കെ വന്നാലൊന്നും അവനെ കടിച്ചു കഴിഞ്ഞാലും നമ്മൾ അറിയില്ല. അതല്ല എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ നടക്കുകയുള്ളൂ. ചെറിയ മോനൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും കൃഷിക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എല്ലാം ഒത്തു കിട്ടിയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ചിലർ നമ്മൾ ഇങ്ങനത്തെ കാര്യം റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ കൃഷി ചെയ്തിട്ടുള്ള പ്രശ്നം പറഞ്ഞില്ലേ, കുരങ്ങിന്റെ ശല്യം പിന്നെ പറയും വേണ്ടല്ലോ. ഇനി ഫ്ലവറിന് നല്ല പേടിയാട്ടോ. കോളിഫ്ലവറിലൊക്കെ കുരങ്ങ് കണ്ടാൽ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ പറിച്ചിടും. ഇപ്പം ഈ സമയത്ത് കുഴപ്പമുണ്ടാവില്ല, നട്ടൊന്നും കൂടെ സെറ്റായി കഴിയുമ്പോഴേക്കും കുരങ്ങിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകും. അപ്പം ഇനി എന്തായാലും ഒരാൾ ഇവിടെ ഇനി കാവൽ നിൽക്കണം. 2 മാസമാണ് നമുക്ക് ഇതൊക്കെ വിളവെടുക്കാൻ. ജനുവരിയിൽ വിളവെടുക്കാനുള്ള ഇതായിരുന്നു. പക്ഷെ കുറച്ച് വൈകിട്ടുണ്ട്. എന്നാലും ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, വളവും നല്ല പരിചരണം കൊടുത്തിട്ട് പോയ സമയം നമ്മൾ തിരിച്ചു പിടിക്കണം ഈ തൈകളിലൊക്കെ. എന്തായാലും നാസർക്ക് ഞാൻ ഇവിടെ കുറച്ച് നട്ടിട്ട് അങ്ങോട്ട് വരാം. ഈ ഒരു ഇട്ടതുണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി നോക്കി. നാസർക്കാണ്ടില്ല അത്രയും ദൂരത്തേക്ക് ഇനി ക്യാബേജ് നമ്മൾ നട്ട് തീർക്കാണ്ട്. ക്യാബേജ് നമ്മൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് എത്തേണ്ടി വരും കേട്ടോ. നമുക്ക് ഇത്ര കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ അവിടുന്ന് നട്ട് പോയത് കോളിഫ്ലവർ എത്ര എത്തുന്നത് അതിന് ശേഷമാണ് ക്യാബേജ് വരുന്നത്. അപ്പം നമുക്ക് 3 ട്രേയും കൂടെ കോളിഫ്ലവർ നട്ട് തീർക്കാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ക്യാബേജാണ്. ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് കൂടുതൽ ക്യാബേജ് ചെയ്യുന്നതാണ്. കോളിഫ്ലവറൊക്കെ ഒരേ സമയം കൊണ്ട് വിളവായി കഴിഞ്ഞാൽ പിന്നെ മൈസൂരിൽ നിന്നൊക്കെ വരുന്ന ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിനൊക്കെ റേറ്റ് ഒക്കെ തരിക. നമുക്ക് ഓർഗാനിക് റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഫാമിൽ വന്ന് വാങ്ങിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം വില തരും. ഈ കൂടുതൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അതാണ്. മാർക്കറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാബേജ് നമുക്ക് എങ്ങനെയും ചിലവാക്കാം. കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് വിളവെടുക്കണം. ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുന്നതുകൊണ്ട് ഓവർ സമയം ഇത് വെക്കാനും പറ്റില്ല. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ നട്ടുകൊണ്ടേ നിൽക്കും. അങ്ങനെ നമ്മൾ നട്ടിട്ട് അവസാനത്തെ ഏരിയ എത്തിയിട്ടുണ്ട്. ഞാനും നാസർക്കി ഓരോ തലേന്ന് ഇങ്ങനെ അവിടുന്ന് നാസർക്കി നട്ട് തരാം, ഇവിടുന്ന് ഞാൻ നട്ടു പോവാണ്. ഞങ്ങൾ വേഗം കൂട്ടി മുട്ടുന്നുണ്ട്. അങ്ങനെയാണ് നട്ടിപ്പത്ര എത്തിയത്. മോന് കരഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞോളും പോയി. ഉമ്മ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ ആണെങ്കിൽ ഉമ്മ അവിടെ എത്തണം. അങ്ങനെ പകുതിയോളം നട്ടിട്ടാട്ടോ ഉമ്മ പോയത്. പിന്നെ മോനൊക്കെ ഉറക്കേണ്ടതുകൊണ്ട് കുഞ്ഞോളും പോയിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന് ആ സമയത്ത് തന്നെ ഞാൻ നാസർക്കി വേഗം നട്ട് തീർത്ത്. കയ്യിൻ്റെ ഇവിടെ കണ്ടല്ലേ, നമ്മുടെ ഊനൊക്കെ നല്ല ചീന്തിയിട്ടുണ്ട്. ഇതാ അങ്ങനെ ഇപ്പം കാണൂല. ഇതൊക്കെ നടുമ്പതാ ഈ ഭയങ്കര വേദനയായിരിക്കും. ഇപ്പോഴല്ലേ നമുക്ക് നൈൽക്കട്ടറായിട്ട് കട്ട് ചെയ്ത് കളയാം. നല്ല വേദന ഉണ്ട്. ഈ മണ്ണിലിട്ടിട്ട് ഇങ്ങനെ വലിക്കും ചെയ്യുക, മണ്ണിട്ട് കൊടുക്കല്ലേ. ഈ പണിയെടുക്കുമ്പോൾ വേഗം നമുക്ക് കൈ അങ്ങനെ ആവും. ഇങ്ങോട്ട് കുറച്ച് വെള്ളമൊക്കെ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ലൈം ജ്യൂസാ അതെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, തീർത്തിട്ട് കുടിക്കാൻ നാസർക്ക വെള്ളം ഏതായാലും ആയി. ഞങ്ങളിത് തീർക്കാന്ന് വെച്ചു. പിന്നെ വെയില് ഇല്ല കേട്ടോ, നല്ല മൂടിയൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിൽ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ട്, പക്ഷെ എന്നാലും മൂടുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം മഴ ഉണ്ടാവുമായിരിക്കും. ഉച്ചയായിട്ടല്ലേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് എന്തായാലും മഴ ഉണ്ടാവും. നമ്മളെന്തായാലും വേഗം ഇത് നനച്ചു കൊടുക്കണം. ഇനി ഞങ്ങൾക്ക് നടാനുള്ളത് അപ്പം നമ്മളെ ശീതകാല പച്ചക്കറിയിൽ ഇപ്പം ക്യാബേജും കോളിഫ്ലവറും നട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് പെട്ടെന്ന് നട്ട് കൊടുക്കേണ്ട സാധനമാണ് ചൈനീസ് ക്യാബേജും ബ്രൂക്കോളി കേട്ടോ. അപ്പം അതിനുള്ള സ്ഥലം നാളെ നാസർക്കാൻ്റെ പണി അതിനുള്ള സ്ഥലം റെഡിയാക്കലാണ്. എനിക്ക് നാളെ നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളക് നട്ട് കൊടുക്കാണ്ട്. ഇന്നേലും നട്ട് കൊടുക്കാൻ സമയമില്ല. ഇനി നമുക്ക് പശുക്കളെ തൊഴുത്തിലെ പണികളൊക്കെ ആയി, ചോറ് നിന്ന് കഴിഞ്ഞാൽ ആ പണിയിലോട്ട് കയറാനായി. അപ്പം നാളെ നമുക്ക് പച്ചമുളക് നട്ട് കൊടുക്കാം. ശീതകാല പച്ചക്കറികളൊക്കെ നടേണ്ട സമയം അങ്ങനെ കഴിയാനായിട്ടോ. ഞങ്ങൾ തന്നെ കുറച്ച് വൈകി. നമ്മൾ ഒക്ടോബർ ലാസ്റ്റിൽ നട്ടു കൊടുക്കണം ശരിക്ക്. ഇതിപ്പോൾ നവംബറായി. നവംബർ ഇപ്പോൾ പകുതി ആവാനായി. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒത്തു വന്നിട്ട് നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ടാവില്ല. അപ്പം
നടാനുള്ളവരൊക്കെ ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് നടുന്നുണ്ട്. ഇനി കുറച്ചായാലും കൂടുതലായാലൊക്കെ നടാനുള്ളവർ വേഗം നട്ടു കൊടുക്കുക. ഈ ആഴ്ചയെങ്കിലും നട്ടു കൊടുത്താൽ നമുക്ക് കറക്റ്റ് കുറച്ച് പൊന്തി കിട്ടിയിട്ട് ആ ഡിസംബറിലെ തണുപ്പ്, ഡിസംബർ ജനുവരി ആദ്യത്തെ തണുപ്പ് കിട്ടിയാലേ ഇതൊക്കെ കറക്റ്റ് സെറ്റ് ആവുള്ളൂ. ഒരു ജനുവരി ഒക്കെ പകുതിയാവും ഇപ്രാവശ്യം. എന്തായാലും ജനുവരി ഫസ്റ്റിലൊന്നും വിളവെടുക്കാനാവില്ല. ജനുവരി പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ വിളവെടുക്കാനും കഴിയും. അതൊക്കെ വെള്ളം എടുത്തിട്ടെ കുഞ്ഞോളെപ്പോൾ നല്ല നമ്മളെ സീഡ്ലെസ് ലെമണിന്റെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയതാ. മിന്റ് ഉണ്ട് കേട്ടോ, നല്ല പുതിനയുണ്ട്, മിന്റ് ലൈമാണ്. നാസർക്കനി വെള്ളം കുടിച്ചു നട്ട് കഴിഞ്ഞതാ. ഇതും കൂടെ നാസർക്ക് നട്ടാല് നടലിന്റെ പണി കഴിഞ്ഞു. അതൊക്കെ എങ്ങനെയുണ്ട്? ഈ കൈ ഞാൻ പറയല്ലേ, ഇതാണ് നല്ല വേദന. അപ്പൊ ഒന്ന് കൈ ഊനി ചെയ്യുന്നു വേഗം. കട്ട നമ്മള് മണ്ണ് എടുത്ത് ഇടുകയല്ലേ. ഇതാ വെള്ളം കുടിച്ചോടെ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുടിക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചാ. നല്ല തണുപ്പുണ്ട്. ഇപ്പോഴാണ് സമാധാനമായത്. നട്ടത് കാണിച്ചു കൊടുക്കുക എത്ര ഏരിയ ഉണ്ട്, അങ്ങോട്ട് വരെ ഉണ്ട്. തൈകൾ നല്ല ഉഷാറായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ വെയിലുണ്ടെങ്കിൽ വേഗം വാടിപ്പോവും. നമ്മൾ രാവിലെ തുടങ്ങിയാലും വൈകുന്നേരം നട്ടാലൊക്കെ നട്ട് വരുമ്പോൾ ചെറിയ വാട്ടം വരലുണ്ട്. ഇന്ന് നല്ല നിൽക്കുന്നത് നമ്മൾ നല്ല ക്ലൈമറ്റ് ആണ്, അതായത് മഴയില്ല, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ആയതുകൊണ്ട്. എന്തായാലും നമുക്ക് നനച്ചു കൊടുക്കണം. പിന്നെ അടുത്ത പരിപാടി വേഗം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നനച്ചു കൊടുക്കലാണ്. അപ്പോൾ മോട്ടർ കുറച്ച് നേരം ഇടട്ടോ, എന്തായാലും കുറച്ച് സമയം ഇടണം. ഞാൻ പറയാം രാവിലെ നനച്ചപ്പോൾ കുറേ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്ത് നല്ല കട്ട പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലൊന്ന് നനവ് തട്ടിക്കൊണ്ടിരിക്കണം. വലിയ മഴ പെയ്താലും ബുദ്ധിമുട്ടാണ് ഇനി. അപ്പം അതിലും നല്ലത് നമ്മൾ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ നനയാണ്. അപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് ഇതെല്ലാം സ്പ്രിംഗ്ലർ കണ്ടില്ലേ, നല്ല വർക്കിംഗ് ആണ്. നമ്മൾ പടുതയിൽ വെള്ളം കൂട്ടിയപ്പം ഇതിനൊക്കെ സ്പീഡും കുറച്ച് കൂടിയുണ്ട് കേട്ടോ. 2 ദിവസം മുന്നേ നമ്മൾ നനയ്ക്കുമ്പോൾ പറഞ്ഞാൽ പടുതയിൽ വെള്ളം കുറവായതുകൊണ്ടാണ് നമ്മൾ ഓഫ് ആക്കിയതൊക്കെ. തൈകൾ നല്ല ഇങ്ങനെ നനവ് കിട്ടിക്കഴിഞ്ഞാൽ തൈകൾ തീരെ വാടുമില്ല, നല്ല ഫ്രഷിൽ അങ്ങനെ പൊന്തി കറക്റ്റായിട്ട് നിൽക്കും. ഇന്ന് നട്ടപ്പഴം ഞാൻ പറഞ്ഞാൽ തൈകൾ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഇനി എന്തായാലും വാടിപ്പോലും. നമ്മൾ 2-3 ദിവസമൊക്കെ നമ്മൾ പകൽ സമയത്തൊക്കെ ഇങ്ങനെ ഫുൾ ടൈം നനച്ചു കൊടുത്താൽ പിന്നെ വേഗം ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വൈകുന്നേരം മാത്രമൊക്കെ നനച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തൈകളൊക്കെ നട്ടു കഴിഞ്ഞു. ശീതകാല പച്ചക്കറി തൈകളൊക്കെ നടാനുള്ളവർ പെട്ടെന്ന് തന്നെ നട്ടോളി. ഇനി അങ്ങോട്ട് ഞാൻ പറയല്ലോ, വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഇതൊന്നും വിളവെടുക്കാനോ ചെടികളൊന്നും നന്നായി കിട്ടുമൊന്നുമില്ല. വീഡിയോ ഇവിടെ നിർത്താൻ പോട്ടെ, ഓവർ ഇവിടെ നിന്നാലേ ഫുള്ള് നനയും.